നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഗ്രോസറി പർച്ചേസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഒരു റൈസ് വാങ്ങിയിട്ടുണ്ടെന്ന്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന റൈസ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം വാങ്ങിയ റൈസാണ് ഇപ്പോൾ വെച്ചത്. പണി പാളി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതിനൊരു ടേസ്റ്റ് ഇല്ല, പിന്നെ ബസ്മതി റൈസ് പോലെയാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും ആവട്ടെ, ഈ പ്രാവശ്യം വാങ്ങിയതല്ലേ, ഇത് കഴിയുന്നവരെ ഇത് തന്നെ വെക്കും. ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ കോമഡി ഫിലിംസാണ് കൂടുതലും കാണാറ്. പാണ്ടിപ്പട, കല്യാണരാമൻ, ചതിക്കാത്ത ചന്തു, ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ഫിലിംസ്. അതുകൊണ്ട് തന്നെ പല സിനിമയിലത്തെയും ഡയലോഗ് കാണാപ്പാടാ. ഇന്ന് നമ്മുടെ ഓപ്ഷനിൽ വന്നിരിക്കുന്നത് പാണ്ടിപ്പടയാണ്. അതുകൊണ്ട് തന്നെ പാണ്ടിപ്പട ഫുൾ ഫിലിമിൽ നിന്ന് ഞാൻ ഓഡിയോ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. പാട്ട് കേൾക്കുന്നതിനേക്കാൾ ഇഷ്ടം എനിക്ക് ഇത് കാണാനാണ്. ഇത് ഞാൻ പഠിക്കുമ്പോഴേക്കും 1.5 ആഴ്ച എടുക്കും. ഇത് അവിടെ ചെന്ന് അവളെ പഠിപ്പിക്കും. അവൾ അവിടെ നിന്ന് ഇവിടെ വന്ന് ഇത് പറയുമ്പോഴേക്കും പാണ്ഡിതരെ നമ്മുടെ 16 അടിയന്തരം നടത്തും. നീ ഇവിടെ വെറുതെ നിന്നാ മതി. ഞാൻ ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും കണ്ടാലാ നീ ആ പുല്ലിന്റെ അടിയിൽ പോയി വിളിക്ക്. ആരും കണ്ടില്ലെങ്കിൽ പുല്ലിൽ പോയി വിളിച്ചത് വേസ്റ്റ് ആവൂലേ? ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. പ്രവാസികളായ പലരും ചോറ് വാർക്കുന്നത് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടായിരിക്കും. ഞാനതിന് വേണ്ടിയിട്ട് തുണിയും ഇടുന്ന 2 ക്ലിപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 1 hour കൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല, മന്തിനിങ് ആവാറായി, എല്ലാ സാധനങ്ങളും വീണ്ടും കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ തട്ടിക്കൂട്ടി. ഹോസ്റ്റലിലായിരുന്ന സമയത്ത് ഞങ്ങൾ മെയിനായിട്ട് ഉണ്ടാക്കുന്ന 2 സാധനങ്ങളാണ് ഉരുളക്കിഴങ്ങും മെഴുക്ക് വരട്ടിയും അതുപോലെ തന്നെ താളിച്ച മോരും. തൃശ്ശൂർ ഈ മോര് താളിക്കലൊന്നും ഇല്ല കേട്ടോ. എനിക്ക് അതിനോട് അത്ര പ്രിയവും പോരാ. പക്ഷേ ഒന്നുമില്ലാത്ത ഘട്ടങ്ങളിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. നമുക്ക് സാലറി വരാറായിട്ടുണ്ട്, സാധനങ്ങളൊക്കെ പോയി വാങ്ങണം. ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാനൊരു സംഭവം കണ്ടത്. നമ്മുടെ ഉള്ളിക്കൊട്ടയിൽ ഒരു ചെറിയൊരു മധുരക്കിഴങ്ങ് കിടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വന്ന സമയത്ത് മധുരക്കിഴങ്ങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ കിടന്ന് മുള പൊട്ടി. അപ്പോൾ പിന്നെ ഞാൻ അതിനെടുത്ത് ഒരു കുപ്പിയിലാക്കി. വളരുമെന്ന് അറിയാലോ. അങ്ങനെ ഫുഡിങ് എല്ലാം കഴിഞ്ഞ് സമയം ഒരു 4-4:30 ആയപ്പോൾ നമ്മൾ ക്ലീനിങ്ങിലേക്ക് കടക്കാൻ പോവാണ്. നമ്മൾ പുതിയത് വാടകയ്ക്ക് എടുത്ത ഈ വീടും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ ഒരു കാര്യം ഒഴിച്ച്, ഈ വീടിന് ചുറ്റും നിറച്ച് പ്രാവുകളാണ്. കാണാൻ നല്ല രസമൊക്കെയാണ്, പക്ഷേ അതിൻ്റെ കാഷ്ടം വീഴുന്നത് അത്ര വലിയ നല്ലതൊന്നുമല്ല. ഇത് താഴത്തേക്കുള്ള എക്സിറ്റ് ഡോറാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ മുകളിലേക്ക് ഒരു ഡോറുണ്ട്, അത് ടെറസിലോട്ടാണ്. 2 സ്ഥലത്തും നിറച്ച് പ്രാവിൻ്റെ കാഷ്ടാണ്. ഒരു കാറ്റടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂമിൻ്റെ